അവിടെ മൊത്തം മീനുകൾ ഇളക്കാൻ തുടങ്ങി. 15,000 മീനാണ് ഈ ഒരു കുളത്തിലിട്ടിട്ടുള്ളത് അല്ലേടാ? 15,000 മീനല്ലേ? അപ്പോൾ അതാ നമ്മളെ ലുക്കുണ്ട്, അമീറുണ്ട്. അമീർ ബ്രോ ഒരു ഹായ് പറയും. നമ്മളെ പുതിയ താരം സിദ്ധിണ്ട്. ഇത് നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ പാലക്കാട് ജില്ലയിൽ തലശ്ശേരി. ഇവിടെയുള്ള ഒരു ഫാമിലാണ് വന്നിട്ടുള്ളത്. ഹായ്, ചേട്ടൻ്റെ പേരെന്താ? മുരുകൻ. ആ, തൃശ്ശൂർ ജില്ല. ആയിക്കോട്ടെ. ഇതാണ് നമ്മളെ കുളം. ഈ കുളത്തു നിന്നാണ് നമ്മൾ ഇന്ന് മീനെടുക്കുന്നത്. ഇവിടെ ഒരു കുളമുണ്ട്, ഇതേപോലെ ഇതാ എൻ്റെ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്. മീൻ എന്താ അവസ്ഥ എന്നുള്ളത് ഇറങ്ങി നോക്കിയാലേ അറിയുള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9-10 മണിയായിട്ടാ. 10 മണിയല്ലേ ഏട്ടാ? 10 മണിയായിട്ടുണ്ടാവും. ഇതിനുള്ളിലൊക്കെ മീൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതാണ് നമ്മളെ വല. അതെ. അപ്പോൾ നമ്മൾ നേരെ മീൻ പിടുത്തം തുടങ്ങാൻ പോവാണ്. ഇത്ര നല്ലൊരു പരിപാടി. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ എന്നാ? ലുക്ക് വെള്ളം നിറക്കില്ലേ? ലുക്ക് ഇവിടെ വെള്ളം നിറക്കും. അപ്പോൾ ബ്രോ, അവിടെ ഒരു ബ്രോ ഉണ്ട്, ഞാൻ ബ്രോനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ പരിപാടി തുടങ്ങാൻ പോവാണ്. ഇനി നേരെ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് മീനുകൾ അവിടെ നിന്ന് നേരെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. ലുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കും. ലുക്കിന് നമ്മൾ ഡ്രമ്മ് കൊടുക്കും. ലുക്ക് ഡ്രമ്മ് ഇങ്ങനെ നിറയ്ക്കും. മെയിൻ ഇതിൽ ലുക്കാണ് എൻ്റെ ഈ വണ്ട കാര്യങ്ങൾ ഫുള്ള് ഇത് നോക്കിയോ. ഇതാ മേലൊക്കെ ഉണ്ട്. തുടങ്ങുന്നില്ലെന്നാ? അപ്പോൾ സിദ്ധിയ വലയൊക്കെ സെറ്റാക്കിയിട്ട് റെഡി ചെയ്തിട്ടാ ഡ്രമ്മൊക്കെ നമുക്ക് അങ്ങോട്ട് പോരും. കയറും വെച്ചിട്ടുണ്ട്. നമ്മളെ കയറുണ്ട്. അപ്പോൾ തുടങ്ങാം. ഈ കയറേ 2 സൈഡിൽ കെട്ടിയിട്ട് വലിക്കാം. ഇറങ്ങണ്ട്. പതുക്കെ സിദ്ധി ആദ്യം ഇറങ്ങിയിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഏതാട്ടാ? ഇതാണ് നമ്മളെ മുരുകൻ ചേട്ടൻ. ഒരു ഹായ് പറയും. ഹായ്. ഏത് കയറാണ്? ആ കയറാ? ഇവിടെ ഇറങ്ങാ. ഈ കയറ് പിടിച്ചിറങ്ങാം. അയ്യോ, അതന്നെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കുളമാണ് കേട്ടോ. ഇത് വഴുക്കലുണ്ടാ? കുറവല്ലേ? അവിടെ സിദ്ധി അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ആ സൈഡിൽ മീനുകൾ ഇളക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അവിടെ മൊത്തം മീനുകൾ ഇളക്കാൻ തുടങ്ങി. 15,000 മീനാണ് ഈ ഒരു കുളത്തിലിട്ടിട്ടുള്ളത് അല്ലേടാ? 15,000 മീനല്ലേ? 15,000 മീൻ ഈ ഒരു കുളത്തിലിട്ടിട്ടുണ്ട്. വളർച്ച കുറവാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പിടിച്ചു നോക്കിയാലേ അറിയുള്ളൂ. വെള്ളത്തിൽ വേറെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ആ കോണി അവിടെ ഇറങ്ങാൻ വേണ്ടി വെച്ചാലേ. സിദ്ധിതാ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. വഴുക്കലുണ്ടാ? ആ, കുറച്ച് കച്ചറുണ്ടല്ലേ, വേസ്റ്റ് കാര്യങ്ങളുണ്ടല്ലേ കുറച്ച്. ഓ, പതുക്കെ ഇറങ്ങിയാണ്. മുരുകൻ ചേട്ടാ സൂക്ഷിച്ചിട്ട് ഇറങ്ങണത്. ചേട്ടാ സൂക്ഷിച്ചിട്ട് ഇറങ്ങണല്ലേ? പാത്ത് പെണ്ണുങ്ങ. സമീറ സിദ്ധി അവിടെ എത്തി. തുടങ്ങാ. ഓക്കെ. അവരവിടെ കോരൽ തുടങ്ങിയിട്ടുണ്ട്. ചെയ്യുന്ന വേറെ ആൾ പറഞ്ഞിട്ടില്ലതാ. ശരി. ഇതിലാണ് കെട്ടിക്കോള്. അതിൻ്റെ തലപ്പത്ത് കെട്ടിയാൽ മതി. അതിലോട്ട് നട വലയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അവളെ പോതും. പോതും. ചെറുതാ? കൂടുതലും ചെറിയ മീനുകളാണ് തോന്നുന്നത്.
ഇതൊക്കെ മേലൊരു കെട്ട് പോടുങ്ങ. ആ അതിലൊരു കെട്ട് പോടുങ്ങ അല്ലേ? ആ ശരി, ഞാൻ കിട്ടിത്തരാം. കൂടുതലും ചെറിയ മീനുകളാണ് കേട്ടോ. നമ്മളെ ചെക്കന്മാർ മീനിൻ്റെ കുടുത്തത്തിലുള്ള ശ്രദ്ധയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കൂടുതലും കിട്ടിയത് ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ. പക്ഷേ നമ്മളെല്ലാ ടൈപ്പ് മീനുകളും എടുക്കും. വലുത് മാത്രമൊന്നുമല്ല, ചെറുതും വലുതും ഏത് സൈസാണെന്നുണ്ടെങ്കിലും നമ്മൾ മീൻ എടുക്കും കേട്ടോ. ചില ആളുകൾ ചോദിക്കും വലിയ മീൻ കുറവാണെന്ന് പറയും, ചെറിയ മീൻ കുറവാണെന്ന് പറയും. അതൊന്നും നമുക്ക് വിഷയമല്ല, എല്ലാ ടൈപ്പ് മീനും എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇൻ കേസ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത സമയമാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാലും മതി. കാരണം എല്ലാ സമയങ്ങളിലും ചിലപ്പോൾ നമുക്ക് മീൻ എടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിരക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഫോൺ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതൊന്ന് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താലും മതി. എത്ര മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചോളൂ കേട്ടോ.